അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാം. നമ്മുടെ ദോശയുടെ മാവുണ്ടല്ലോ, ആ ഒരു മാവിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ബാറ്ററിന് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആദ്യം പാലൊഴിച്ചിട്ട് ഒന്നങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരിക. തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് ലൂസായിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് ലൂസാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു തിക്നെസ് കൂടുതലായതുകൊണ്ട് വീണ്ടും ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് കറക്കിയിട്ട് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം കൂടുതൽ ചേർക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബാറ്റർ മാറ്റി വെക്കുക. നമ്മൾ ചില്ലി ഫ്ലേക്സും മല്ലിയിലയും ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവറും കാണാൻ നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇതിലോട്ട് ഓയിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. എക്സ്ട്രാ സോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫില്ലിങ്ങിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഓയിൽ ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ചേർക്കുന്നത്. ഈ ഒരു ചിക്കൻ ഓയിലിൽ കിടന്നിട്ട് നല്ലോണം അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതൊന്നങ്ങ് ഇളക്കി കൊടുക്കുക വേണ്ടു. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണല്ലോ ചിക്കൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. പിന്നെ ഈ ഒരു ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളവും ഓയിലും ചില്ലി ഫ്ലേക്സും കുരുമുളകിൻ്റെ പൊടിയൊക്കെ നല്ലോണം ചിക്കനിൽ മിക്സ് ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് ചിക്കൻ ഇതിൽ നിന്നും കോരി മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ ഒരു സെയിം ഓയിലിൽ തന്നെ നമ്മൾ എക്സ്ട്രാ ഓയിലൊന്നും ഒഴിക്കേണ്ടതില്ല. ആ ഒരു സെയിം ഓയിലിൽ തന്നെ ഒരു 5-6 അല്ലിയോളം വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടുതൽ വേണ്ട. നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ എരിവ് അത്ര മതിയാവുക. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഈ ഒരു വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്നങ്ങ് വാടി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ഫില്ലിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും ഒരു ചെറിയ ക്യാപ്സിക്കും ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് പോർഷൻ ഒന്നങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ദോശയുടെ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ചൊന്നങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഫില്ലിങ്ങിനായിട്ട് ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ നല്ലോണം തന്നെ ഒന്നങ്ങ് വാട്ടിയെടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നങ്ങ് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റും ക്യാപ്സിക്കോ ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് ബ്രൊക്കോളി ചോപ്പ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏതൊരു വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കാം. മഷ്റൂം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. മഷ്റൂമൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് കഴിക്കാൻ. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈസി ആയിട്ട് അങ്ങ് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതൊരു പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ബ്രൊക്കോളിയും ചേർത്തിട്ട് ഇത് നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഇതൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക.
പാൻ ചൂടായതിന് ശേഷം ഇതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽട്ടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം മൈദപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുക. മൈദ ബട്ടറിൽ കിടന്നിട്ട് നല്ലോണം തന്നെ കുക്കായി കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോസ് ആ ഒരു മൈദയുടെ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതുണ്ടാവുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം തന്നെ ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് കൊടുത്തിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു മൈദയുടെ കട്ടകളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള സോസായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ടൈറ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതിയേ. ഇനി ഈ ഒരു സോസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് കണ്ടില്ല കുറച്ചൊന്ന് തിക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് ഒന്നങ്ങ് ലൂസാക്കി എടുത്താൽ മതിയേ. എന്നിട്ട് ഇത് നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ തയ്യാറാക്കി വെച്ചാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് തിക്നെസ് ആയിട്ട് കിട്ടിക്കോളും. മൈദയുടെ സോസാണല്ലോ ഉണ്ടാക്കിയത്, അപ്പോൾ അത് ഇരിക്കും തോറും ചെറുതായിട്ടൊന്നങ്ങ് കട്ടിയായിട്ട് വന്നോളൂ. ഇനി ഇതിലേക്കുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ക്യാപ്സിക്കം ഉണ്ടല്ലോ അത് ഈ ഒരു ദോശ മാവിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാനിലിട്ടിട്ട് ഓരോ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് പാൻ വെച്ച് ചൂടാതിന് ശേഷം ഓരോ തവി വീതം നമ്മുടെ ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ഒരു പാൻ ഒന്നങ്ങ് ചുറ്റിച്ചിട്ട് എല്ലായിടത്തുമായിട്ട് ഇതൊന്നങ്ങ് ആക്കിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ പേപ്പർ തിന്നായിട്ടുള്ള അത്രയും തിന്നായിട്ടുള്ള ദോശയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പാനിൽ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ടതില്ല. ജസ്റ്റ് ഓരോ തവിയായിട്ട് ഈ ഒരു മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് ചുറ്റിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ മൈദയാണല്ലോ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളേ. പിന്നെ ഒരു ഭാഗം മാത്രം മതി, നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഫില്ലിങ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ദോശയുടെ ഉൾഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഫില്ലിങ് ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു 2 ഭാഗത്ത് നിന്നും ഇതുപോലെ കോണായിട്ട് ഒന്നങ്ങ് ഫില്ലിങ്ങിനെ കവർ ചെയ്യുന്ന തരത്തിൽ ആദ്യം ഒന്നങ്ങ് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് മടക്കിയതിന് ശേഷം ആ ഒരു ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ അത് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടിക്കോളെ. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ബോക്സ് പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ അങ്ങനെ മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു ലാസ്റ്റ് ഭാഗം നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ മൈദയുടെ ബാറ്ററോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കൈവച്ചിട്ട് കണ്ടില്ല ഇതുപോലെ കൈവച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്യുമ്പം തന്നെ അത് നല്ലോണം ഒട്ടി വരുന്നുണ്ട്. നമ്മൾ തിന്നായിട്ടുള്ള ദോശയാണല്ലോ ഉണ്ടാക്കിയെടുത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒട്ടിക്കിട്ടിക്കോളും. പിന്നെ ഇത് നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്കൊന്നും അല്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് ഒട്ടി കിട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ബട്ടർ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കും ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും നല്ലോണം ഒന്ന് മൊരിയിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി. ഇത് നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആ ഒരു ദോശക്ക് ചില്ലി ഫ്ലേക്സും മല്ലിയിലയും ക്യാരറ്റും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലോണം ബട്ടറിലൊന്നങ്ങ് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചൂടാറുന്നതിന് മുന്നേ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് പുറമേ ഉണ്ടാവും, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫീലിംഗുമായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. പിന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോസ്റ്റ് ചെയ്തെടുക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സമയമൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് അധികം മടുപ്പൊന്നും ഇല്ലാതെ കഴിക്കാനും പറ്റുമേ. നല്ല ചൂടോടുകൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ ആ ഒരു വൈറ്റ് സോസിൻ്റെയും ചിക്കനും വെജിറ്റബിൾസൊക്കെ ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ എങ്ങനെ ഈ ഒരു നോമ്പിന് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് മറക്കാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.